ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, കൂടുതലും ഇൻസ്റ്റാഗ്രാം റീൽസിന് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ പല വീഡിയോസിലും ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. കൂടുതലും സംശയങ്ങളാണ്. അതായത് ബ്രീത്തിങ് ടെക്നീക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവോ, പെട്ടെന്ന് ഓർമ്മ വന്നൊരു കമൻറ്റാണ്. അല്ലെങ്കിൽ ബ്രോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഹാഫ് മാരത്തോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. പക്ഷേ അതെനിക്കൊരു യൂട്യൂബ് ഷോർട്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലോ 3 മിനിറ്റിനകത്ത് പറയാൻ പറ്റുന്ന സംശയങ്ങളല്ല കൂടുതലും വരുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഇങ്ങനത്തെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ലോങ് ഫോമായിട്ട് യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യാമെന്നാണ്. സോ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പല സംശയങ്ങളും നമുക്ക് ഒരു 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പിന്നെ എത്രത്തോളം എൻഗേജിങ് ആയിരിക്കും ഈ വീഡിയോസ് എന്ന് എനിക്കറിയില്ല. കാരണം പല റണ്ണിങ് ക്രിയേറ്റേഴ്സും നിങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ട്രാക്കിലൊക്കെ നിന്ന് ചിലപ്പോൾ, കാരണം റണ്ണിങ് അങ്ങനെ നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. കുറച്ചും കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ സെറ്റൊക്കെയാണ് ചെയ്യുന്നത്, ട്രൈപോഡ് സെറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന സ്റ്റേഡിയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈപോഡ് വെച്ച് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വീഡിയോ എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അങ്ങനത്തെ വീഡിയോസ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ് ഇനി പ്ലാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് ആഡ് ചെയ്യുക. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെപ്പറ്റി എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിതിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന സ്പീഡ്, ഞാൻ പറയുന്ന ഹാർട്ട് റേറ്റ്, ഞാൻ പറയുന്ന സോൺ 2 എല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഹാർട്ട് റേറ്റ്, സോൺ 2, സോൺ 3 അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ബേസ് ആയിട്ടുള്ള നമ്പേഴ്സായിരിക്കും ഞാൻ പറയുന്നത്. നിങ്ങൾ വീഡിയോ റെഫറൻസായിട്ട് എടുക്കാം, പക്ഷേ എക്സാക്ട് നമ്പേഴ്സ് ഫോളോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സ് ഹാർട്ട് റേറ്റും എൻ്റെ മാക്സ് ഹാർട്ട് റേറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഞാനിപ്പോൾ നിങ്ങളുടെ സോൺ 2 റണ്ണ് 155 ഹാർട്ട് റേറ്റിൻ്റെ താഴെ ഓടണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാക്സ് ഹാർട്ട് റേറ്റ് അതിനേക്കാളും കുറവാണെങ്കിൽ നിങ്ങളുടെ സോൺ 2 റേഞ്ച് അതിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ സോൺ 2 റേഞ്ച് അതിനേക്കാളും കൂടുതലായിരിക്കും. നിങ്ങളുടെ പേസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ എൻ്റെ സോൺ 2 പേസ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സോൺ 2 റൺ ഓടിയായിരുന്നു. ഒരു 12 കിലോമീറ്റർ റണ്ണാണ് ഓടിയത്. 12 കിലോമീറ്റർ റണ്ണിൽ എൻ്റെ ആവറേജ് പേസ് വന്നത് 6 മിനിറ്റ് 50 പെർ കിലോമീറ്ററാണ്. എൻ്റെ മാക്സ് ഹാർട്ട് റേറ്റ് വന്നത് 152 ആണ്. പക്ഷേ കിലോമീറ്റർ 1 മുതൽ കിലോമീറ്റർ 12 വരെയും ഹാർട്ട് റേറ്റ് റേഞ്ച് വന്നത് ഒരു ഫസ്റ്റ് കിലോമീറ്റർ എപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും ഹാർട്ട് റേറ്റ് കുറവായിരിക്കും. ഫസ്റ്റ് കിലോമീറ്റർ എനിക്ക് 138 ആയിരുന്നു. ബാക്കി എല്ലാ കിലോമീറ്ററും ഹാർട്ട് റേറ്റ് വന്നത് 145ഉം 148. ഇത് 1 കിലോമീറ്ററിൻ്റെ ആവറേജ് ഹാർട്ട് റേറ്റാണ് ഞാൻ പറയുന്നത്. കിലോമീറ്റർ 2 മുതൽ കിലോമീറ്റർ 12 വരെ ഹാർട്ട് റേറ്റ് ഒരു 145, 148 ആ റേഞ്ചായിരുന്നു. പക്ഷേ അതെൻ്റെ സോൺ 2 ആണ്, നിങ്ങളുടെ സോൺ 2 അല്ല. നിങ്ങൾ അങ്ങനെയല്ല ട്രെയിൻ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സോൺ 2ലാണ് ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ നമ്പറിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ സ്വന്തം സോൺ 2 കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാൻ കിട്ടിയിരിക്കുന്ന ഈ കോറോസ് സ്പേസ് 3 പോലത്തെ വാച്ച്, അത് ഒത്തിരി എക്സ്പെൻസീവാണ്. അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, അമേസ് ഫിറ്റിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അമേസ് ഫിറ്റിൻ്റെ എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് വന്ന ഒരു വാച്ച് അമേസ് ഫിറ്റിൻ്റെ തന്നെ അമേസ് ഫിറ്റ് ആക്റ്റീവ് 2 എന്ന് പറഞ്ഞൊരു വാച്ച്. അറൗണ്ട് 9000 വരും. നിങ്ങൾക്ക് EMIയിലൊക്കെ കിട്ടും ആമസോണിൽ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അമേസ് ഫിറ്റിൻ്റെ ആമസോൺ ലിങ്ക് ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. അമേസ് ഫിറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്, നല്ല വാച്ചാണ്. അത്യാവശ്യം ഹാർട്ട് റേറ്റ് ട്രാക്കിംഗ് ഉണ്ട്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ്. സോ ആ വാച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. കോറോസ് ഒരു 26 ആവും. അത് നിങ്ങൾ എടുക്കണം എന്നില്ല. ഇനി കോറോസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേസ് 3 ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ അതിൻ്റെ ലിങ്കും ഞാൻ ആഡ് ചെയ്തേക്കാം. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോറോസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അമേസ് ഫിറ്റ് ആയാലും മതി. അമേസ് ഫിറ്റ് ബേസിക്കലി നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ച് ഉണ്ടെങ്കിൽ സോൺ 2ൽ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂഷ്വലി നമ്മുടെ മാക്സ് ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് വാച്ചിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അതറിയാത്തവർക്ക് മാക്സ് ഹാർട്ട് റേറ്റ് വാച്ച് വഴി തന്നെ മെഷർ ചെയ്യാനുള്ള ഓപ്ഷനും പല വാച്ചിലും വരാറുണ്ട്. നമ്മുടെ ഏജും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ മിക്ക വാച്ചിൻ്റെയും അല്ലെങ്കിൽ വാച്ചിൻ്റെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതൊക്കെ അവർ ചോദിക്കാറുണ്ട്. സോ അതൊക്കെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഏജ്, നമ്മുടെ മാക്സ് ഹാർട്ട് റേറ്റ്, ആ ഒരു കാൽക്കുലേഷൻ, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനത്തെ മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് യൂഷ്വലി ഒരു വാച്ച് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് സോൺ, റണ്ണിങ് ഫീച്ചർ ഉള്ള വാച്ചാണെങ്കിൽ നിങ്ങളുടെ എസ്റ്റിമേറ്റഡ് സോൺ 2, സോൺ 1 ഒക്കെ കാണിക്കാറുണ്ട്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാംസങ്ങിൻ്റെ ഒരു ഗാലക്സി വാച്ച് 4 ആയിരുന്നു. അതിൽ ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്, മിക്ക വാച്ചിലും അത് ഉണ്ടാവേണ്ടതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ സോൺ 2ൻ്റെ കാര്യം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ സോൺ 2 റണ്ണ് പോയതുകൊണ്ടാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 1-2 എനിക്ക് ഓർമ്മ വന്ന സംശയങ്ങളെപ്പറ്റി ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറയാം. ഒരു കമൻറ്റ് വന്നത് നമ്മൾ ഒരു റേസിന് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാ റേസും ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അത്ര നല്ല ഐഡിയ അല്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത പേസ് ഉണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ്. അല്ല നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ട് ഓടുന്ന ഒരാളാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഓടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നവർ എപ്പോഴും നല്ല ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പ്ലാൻ ഇട്ട് വരുന്നവരായിരിക്കും. സോ നമ്മൾ ക്യാരിഡ് ഔട്ട് ആവാൻ ഭയങ്കര ഈസിയാണ്. അതായത് നമ്മളിപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പേസ് ഉള്ളവർ ചിലപ്പോൾ അത്യാവശ്യം നല്ല പേസ് നിന്നായിരിക്കും ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ പേസിൽ കൂടെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഹാഫ് മാരത്തോൺ പോലെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു മേ ബി 3-4 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് സ്പൈക്ക് ആവും. അപ്പോൾ ത്രഷോൾഡിലൊക്കെ നമ്മൾ അതായത് സോൺ 3 സോൺ 4 അത്യാവശ്യം ട്രെയിൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ ഒരു ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കി 16-17 കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഭയങ്കര ടയർഡായിട്ട് ചിലപ്പോൾ ക്രാമ്പൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ഒരു പേസിന് പറ്റുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഒരു റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളൊരു ഭയങ്കര ലീഡിൽ നിങ്ങൾ കുറച്ച് റേസൊക്കെ ഓടിയിട്ടുണ്ട്. ആദ്യത്തെ റേസ് ആണെങ്കിൽ ഇതൊന്നും ആപ്ലിക്കബിൾ ആവില്ല. ആദ്യത്തെ റേസ് കഴിയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ലൈനിൽ ഒരുപാട് ബാക്കിലാവാതെ നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഒരുപാട് ഫ്രണ്ടിലും അല്ല ഒരുപാട് ബാക്കിലും അല്ലാതെ ഒരു സെൻറ്റർ പോയിന്റ് പിടിക്കുന്നതായിരിക്കും നല്ലത്. അല്ല നിങ്ങൾ ഹാഫ് മാരത്തോണൊക്കെ ഓടി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കാണും നിങ്ങളുടെ പേസ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങളൊരു 4:50 അല്ലെങ്കിൽ ഒരു 4:30 പേസിലൊക്കെ ഓടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ല നിങ്ങളുടെ ആവറേജ് പേസ്, ഞാൻ കേരളത്തിലെ മാരത്തോൺസിൻ്റെ ഹാഫ് മാരത്തോൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഇവിടെ യൂഷ്വലി ഫസ്റ്റ് ടോപ്പ് 3 ഫിനിഷ് ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നു ഒരു 3:50 പേസൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഒരു 3:40 പേസിലൊക്കെ ഓടുന്നവരാണ് യൂഷ്വലി ഹാഫ് മാരത്തോൺ. ഒരു 1:11 ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മുടെ ബെസ്റ്റ് ടൈംസൊക്കെ സാധാരണ വരാറുള്ള. അപ്പോൾ ആ പേസിൽ ഓടാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ടിൽ ഓടാം. അല്ല നിങ്ങളൊരു 4:40 4:50 ഓടുന്നതെങ്കിലും ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓടാം. ഒരു 5:10 5:20 ആണെങ്കിൽ ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ട്, അതായത് ലെറ്റ്സ് സ്റ്റാർട്ടിംഗ് ലൈൻ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്നൊരു 3-4 റോ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ബാക്കിലാവണ്ട, നടുക്കോട്ട് പോകണ്ട. അവിടെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. കാരണം ഏകദേശം എല്ലാം നിങ്ങളുടെ പേസിൽ ഓടുന്നവരായിരിക്കും അവിടെ വരുന്നത്. അല്ല കുറച്ചും കൂടെ സ്ലോ ആണ്, ഒരു 6 മിനിറ്റൊക്കെ ഓടുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ സെൻറ്ററിലോട്ട് വരെ, 7 മിനിറ്റ് ഓടുന്നവരാണെങ്കിൽ സെൻറ്ററിലോട്ട് വരെ. ഒരുപാട് ബാക്കിലോട്ട് പോകാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ആദ്യമായിട്ടൊക്കെ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ കാണാം, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഹാഫ് മാരത്തോൺ ഓടുന്നവർ കാണും. ഞാൻ ഹാഫ് മാരത്തോൺ എന്ന് പറയുന്നത് ഞാൻ ഓടുന്ന ഡിസ്റ്റൻസ് ഹാഫ് മാരത്തോൺ ആണ്. 10K ഞാൻ ഓടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ ഓടുന്നില്ല, ഹാഫ് മാരത്തോൺ ആണ്. 10K ആണെങ്കിൽ അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ 10K ഫിനിഷ് ടൈം ഒരു 40-50 ഇടയ്ക്കാണെങ്കിൽ കഴിയുന്നതും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല ഒരു 1 മണിക്കൂറിന് താഴെയാണെങ്കിൽ ഒരു നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഒരു സ്ലോ ആയിട്ടാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബാക്കിൽ നിന്ന് കഴിയുന്നത് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾക്ക് റേസിൽ ഒരു ടൈംഡ് റണ്ണിൽ ടൈംഡ് ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലൊരു ഓപ്ഷൻ. പിന്നെ ബ്രീത്തിങ് ടെക്നിക്കിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിന് നന്നായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ഒരുപാട് റണ്ണേഴ്സ് കാണും. പക്ഷേ എനിക്കതിന് പ്രോപ്പർ ഒരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം ഞാനങ്ങനെ സ്പെസിഫിക് ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. നാച്ചുറലായിട്ട് ബ്രീത്ത് ചെയ്യാറാണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് മൂക്കിൽ കൂടെ ഇൻഹെയിൽ ചെയ്തിട്ട് മൂക്കിലും വായിലും കൂടെ എക്സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. എൻ്റെ വായു യൂഷ്വലി ഓടുമ്പോൾ തനിയെ തുറന്നു വരാറുണ്ട്. എൻ്റെ ചുണ്ട് അത്യാവശ്യം ഡ്രൈ ആവാറുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല വെള്ളം കുടിക്കുന്ന ആളാണ് ഓടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേയൊക്കെ ഇലക്ട്രോലൈറ്റൊക്കെ എടുത്ത് അത്യാവശ്യം ഹാഫ് മാരത്തോൺ ലോങ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് എല്ലാ റേസ് സ്റ്റാർട്ടിനും പോകുന്നത്. റേസ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു യൂഷ്വൽ കാൽക്കുലേഷൻ വെച്ച് ഞാനൊരു 6 കിലോമീറ്റർ 8 കിലോമീറ്ററിലായിരിക്കും ആദ്യത്തെ ഹൈഡ്രേഷൻ പോയിന്റിൽ നിർത്തുന്നത്. ചില റണ്ണിൽ ആദ്യമേ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്ററൊക്കെ ആകുമ്പോഴേ ഹൈഡ്രേറ്റ് ചെയ്ത് തുടങ്ങും. സോ ബ്രീത്തിങ് ടെക്നിക്ക് ഞാൻ വളരെ നോർമലായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. മേ ബി കുറച്ചും കൂടെയൊക്കെ റണ്ണിങ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ആ സമയത്ത് വേറെ ബ്രീത്തിങ് ഒക്കെ ചെയ്യണേ അതിനെപ്പറ്റി ചെയ്യാം. ഇപ്പോൾ ഞാൻ നാച്ചുറലിയാണ് എടുക്കുന്നത്. അതായത് ഇൻഹെയിൽ ചെയ്യുക, വായിൽ കൂടെ എക്സെയിൽ ചെയ്യുക, മൂക്കിൽ കൂടെ എക്സെയിൽ ചെയ്യും. ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ വായിൽ കൂടെ എടുക്കാറില്ല, മൂക്കിൽ കൂടെ തന്നെയാണ് എടുക്കുന്നത്. അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പല ബ്രീത്തിങ് ടെക്നിക്സും ഉണ്ട്, അതിനെപ്പറ്റി പറഞ്ഞുതരാൻ പറ്റുന്ന ക്രിയേറ്റേഴ്സും ഉണ്ട്. എനിക്കതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ഐഡിയ ഇല്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യത്തെപ്പറ്റി എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ഞാൻ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതിൻ്റെ ആൻസർ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റണ്ണിങ്ങിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻ്റായിട്ട് ആഡ് ചെയ്യുക. അത് ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യണമെന്നില്ല, ഷോർട്സിൽ ആഡ് ചെയ്താലും ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ കുറച്ച് എക്സ്പ്ലനേഷൻ നമുക്ക് കുറച്ച് സാവകാശം സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി മുതൽ യൂട്യൂബിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്
പ്രോപ്പറായിട്ട് ലോങ് ഫോർമാറ്റഡ് ആൻസർ പറയാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, റണ്ണിങ് കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ബാക്കിയുള്ള ഇപ്പം എനിക്ക് പണ്ട് ഗെയിമിംഗ് ചാനലൊക്കെ ഉണ്ടായിരുന്നു, ഇതിന് മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഇത്രയും കമൻറ്റ്സ്, ഇത്രയും ചോദ്യങ്ങൾ വരാറില്ല. കാരണം ഗെയിമിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്, അല്ലെങ്കിൽ പി സി സ്പെക്ക്, ഞാൻ പി സിയിലല്ല കളിച്ചുകൊണ്ടിരുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതുപോലത്തെ ആൻസേഴ്സ് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം മാക്സിമം. നമുക്കൊരു Q&A ഫോർമാറ്റിലുള്ള വീഡിയോസ് കുറേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ തരുന്ന സപ്പോർട്ടിനെല്ലാം താങ്ക് യു. വീഡിയോസിനെ പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളായിരിക്കും, അല്ലെങ്കിൽ ഷോർട്സ് മാത്രം ഇടാതെ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ കൊള്ളായിരിക്കും, എന്ത് ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, ഫീഡ്ബാക്ക് നിങ്ങൾ തരിക. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആസ്പെക്റ്റാണെങ്കിൽ ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.